ഹലോ ഫ്രണ്ട്സ്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 14 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2 ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവർ കാണുക. ബ്ലോക്ക് 3 യൂണിറ്റ് 1 ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഡോണ്ട് വേസ്റ്റ് ടൈം ആൻഡ് ഹിയർ വി ഗോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: What are the two most important events that have convulsed India during the last 150 years? കഴിഞ്ഞ 150 വർഷത്തിനിടയിൽ ഇന്ത്യ കീഴടക്കിയ രണ്ട് പ്രധാന സംഭവങ്ങൾ ഏതൊക്കെയാണ്? The two most important events that have convulsed India during the last 150 years are the Great Indian Uprising of 1857 and the partition of India in 1947. The Great Indian Uprising of 1857. The Great Indian Uprising of 1857, also known as the Indian Rebellion of 1857 or the Sepoy Mutiny, was a major uprising against British rule in India. The uprising began on May 10, 1857 in Meerut, a town in northern India, and soon spread to other parts of the country. The causes of the uprising were complex and multifaceted, but some of the key factors included the introduction of the Enfield rifle, which used greased cartridges that had to be bitten open before loading, the resentment towards British rule and the perceived interference in Indian customs and traditions, and the growing sense of nationalism and resistance of foreign rule among Indians. The uprising was marked by violence and bloodshed on both sides, and it ultimately ended in defeat for the Indian rebels. However, the uprising had a profound impact on the course of Indian history, leading to significant changes in the way India was governed by the British. The British government abolished the East India Company and took direct control of India. And the uprising also marked the beginning of the Indian independence movement. ഇന്ത്യയുടെ 250 വർഷം എന്ന് പറയുന്നത് 1857 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് പോവാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. കാരണം നമ്മളുടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹിസ്റ്ററി എന്ന് പറയുന്നത് പേഴ്സണലി ഐ ഫീൽ റിയലി ടച്ച്ഡ് വിത്ത് ഇറ്റ്. എന്താ പറയുക, ഇത് ഓരോ പ്രാവശ്യം കേൾക്കും തോറും ഐ ഫീൽ റിയലി വെരി ഗുഡ് ഫീലിംഗ് ഓഫ് ഹൗ ഇന്ത്യൻസ് റിയലി ദേ വർ സ്ട്രഗിൾഡ്. എങ്ങനെയാണ് ഇന്ത്യൻസ് സ്ട്രഗിൾ ചെയ്തത്, അതിനെതിരെ ഇന്ത്യൻസ് പോരാടിയത്, ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു സ്റ്റോറി പോലെ അല്ലെങ്കിൽ ആ സംഭവങ്ങളൊക്കെ ഓരോന്നോരോന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരുമ്പോണ്ടല്ലോ എൻ്റെ പൊന്നെ, ഐ റിയലി ഫീൽ ഹൗ ഗ്രേറ്റ് ദോസ് പീപ്പിൾ വേർ. ഇന്ത്യൻസ് എത്ര ഗ്രേറ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നതാണിത്. ഓക്കെ, സോ വി മൂവ് ഓൺ ടു ദ ചാപ്റ്റർ. 1857 ഇന്ത്യൻസ് നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് എതിരെ നടത്തിയ ഒരു വിപ്ലവമുണ്ട്, സിപ്പോയ് മ്യൂട്ടനി, ശിപ്പായി ലഹള എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ഈ ഒരു ശിപ്പായി ലഹള അല്ലെങ്കിൽ സിപ്പോയ് മ്യൂട്ടിനി ഇതൊരു വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻസ് വോയിസ് റേസ് ചെയ്തിട്ടുള്ളത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് May 10, 1857 മീരറ്റ് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യയിലെ നോർത്തേൺ ടൗണിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഇന്ത്യൻസ് അവർക്ക് മനസ്സിലായി ബ്രിട്ടീഷേഴ്സിൻ്റെ ഒരു ക്രൂരത. അവരെങ്ങനെയാണ് ജസ്റ്റ് വ്യാപാരികൾ മാത്രമായിട്ട് ഇന്ത്യയിലേക്ക് കടന്നുകൂടിയ വ്യക്തികളായിരുന്നു യൂറോപ്യൻസ്. പക്ഷേ അവരുടെ തനി നിറം പുറത്തു വന്ന് അവർ വളരെ നീചമായി ഇന്ത്യൻസിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോൾ ഇന്ത്യൻസ് ഒരു ഒറ്റക്കെട്ടായി നിന്ന് ബ്രിട്ടീഷുകാർക്ക് എതിരെ നടത്തിയ ഒരു പോരാട്ടമാണിത്. ഓക്കെ, ഇവിടെ അവർ ആ ബുള്ളറ്റ് ഒന്ന് ലോഡ് ചെയ്യാനുള്ള ആ സമയം പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതിന് മുൻപേ തന്നെ അവർ ബ്രിട്ടീഷുകാർക്ക് എതിരെ പോരാടി എന്ന് തന്നെ പറയുന്നതാണ്. ഓക്കെ, അതാണ് അവിടെ ഒരു ഹൈലൈറ്റഡ് ആയിട്ട് കാണിക്കുന്നത്.
പക്ഷേ എന്നിരുന്നാലും ഈ ഒരു പോരാട്ടത്തിൽ ഇന്ത്യൻസ് തോൽക്കുകയാണ് ചെയ്യുന്നത്, ഇവർ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പരാജയത്തിന് ഒക്കെ ഒടുവിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു ഇന്ത്യയെ ഭരിച്ചിരുന്നത്. പക്ഷെ അവരുടെ ആ ഒരു ഭരണം ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടെ ഇല്ലാതായി. അതിന് പകരം ഡയറക്റ്റ് ബ്രിട്ടീഷേഴ്സ് പിന്നെ ഇന്ത്യയെ ഭരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്, ഇതിൽ നിന്നും ഉണ്ടായിരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻസിന് ഒരു ബോധ്യം വന്നു, നമ്മളെ കൊണ്ട് സാധിക്കും, നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യയെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കും എന്ന ഒരു അവബോധത്തിലോട്ട് എത്താനായിട്ട് ഈ ഒരു സിപ്പായി മ്യൂട്ടിനി സഹായിച്ചിട്ടുണ്ട്. The partition of India. The partition of India in 1947 was another major event that convulsed India and had far-reaching consequences. The partition was the result of a long and complex process of negotiations between the British government, the Indian National Congress, and the Muslim League, and it ultimately led to the creation of two separate countries, India and Pakistan. The partition was marked by widespread violence and bloodshed, particularly in the Punjab and Bengal regions, and it resulted in the displacement of millions of people. The human cost of partition was colossal, with estimates suggesting that between 2 lakh and 2 million people were killed and up to 15 million people were displaced. ഇന്ത്യയുടെ വിഭജനമായിരുന്നു മറ്റൊരു പ്രധാന ഈവൻ്റ് എന്ന് പറയാനായിട്ട്. 1947 ഇത് സംഭവിച്ചത്. The partition of India in 1947 was another major event that convulsed India and had far-reaching consequences. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഇന്ത്യക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ ലോസായിരുന്നു അന്ന് നമ്മൾ നേരിടേണ്ടി വന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് സംഭവിക്കാൻ കാരണം തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു വലിയ ചർച്ചയ്ക്ക് ഒടുവിലാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വിഭജനമാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു വിഭജനം. ഇവിടെ നടന്ന ബ്ലഡ് ഷെഡ് എന്ന് പറയുന്നത് ചുരുങ്ങിയതൊന്നുമല്ല. ഇവിടെ പർട്ടിക്കുലർലി പഞ്ചാബ് ബംഗാൾ റീജിയണിൽ ഇവിടെ മില്യൺസ് ഓഫ് ആൾക്കാരെയാണ് ഡിസ്പ്ലേസ് ചെയ്യേണ്ടി വന്നിരുന്നത്. ഓക്കെ, മില്യൺസ് ഓഫ് ആൾക്കാരെയാണ് ഈ പഞ്ചാബ് ബംഗാൾ റീജിയണിൽ അന്ന് ഡിസ്പ്ലേസ് ചെയ്യേണ്ടി വന്നത്. അവിടെ മരിച്ചു വീണ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. 2 ലക്ഷം മുതൽ 2 മില്യൺ ആൾക്കാർ വരെയാണ് അന്ന് മരിച്ചു വീണത്. 15 മില്യൺ ആൾക്കാരോളം കുടിയേറി പാർക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യേണ്ടി വരികയാണ് ചെയ്തിട്ടുള്ളത്. The partition had a profound impact on the people of India and Pakistan, and it continues to shape the politics and society of both countries to this day. The legacy of partition remains a contentious issue, with many people still grappling with the trauma and pain of the event. In conclusion, the Great Indian Uprising of 1857 and the partition of India in 1947 were two major events that convulsed India and had far-reaching consequences. Both events were marked by violence and bloodshed, and they had a profound impact on the course of Indian history. Understanding these events is crucial for understanding the complexities of Indian society and politics, and for appreciating the challenges and opportunities that India faces today. അപ്പോൾ ഇവിടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു വിഭജനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ട്, ഇത്ര വർഷങ്ങൾക്ക് ശേഷവും അനുഭവിച്ചു കൊണ്ട് ഇരിക്കുന്നവർ ഇനിയും
ബാക്കിയാണ് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന ഈ രണ്ട് ഈവൻസും 1857 ആണെങ്കിലും the Great Indian Uprising of 1857 and second one the Partition of India in 1947. രണ്ട് ഈവൻസ് ആണെങ്കിലും ഇന്ത്യയിലെ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ച രണ്ട് ഈവൻസ് ആണെന്ന് പറയാം അല്ലേ. രണ്ടിലും ഒരുപോലെ കാണുന്ന ഒരു കാര്യമാണ് ബ്ലഡ് ഷെഡ്, വയലൻസ്, ഇതൊക്കെ. ഓക്കെ, അപ്പോൾ പൂർണ്ണമായും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. സോ വി മൂവ് ഓൺ ടു ദ second question. Reflect on the problem of communalism. Discuss it with your friends and write your own perception of it in a brief essay. കമ്മ്യൂണലിസം അല്ലെങ്കിൽ വർഗീയത, ഇതിനെ കുറിച്ചിട്ട് ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യാനും ഒരു ബ്രീഫ് എസ്സേ പ്രിപ്പയർ ചെയ്യാനുമാണ് പറയുന്നത്. The problem of communalism. A reflection, communalism is a complex and multifaceted issue that has plagued India for centuries. It refers to the tendency of people to identify themselves with a particular community or religion, often leading to conflicts and tensions with other communities. In India, communalism has been a major challenge to social harmony and national integration. Causes of communalism. There are several factors that contribute to communalism in India. One of the primary causes is the politicization of religion. Politicians often use religion as a tool to mobilize support and vote, which can create divisions and tensions between different communities. Additionally, historical grievances, cultural differences, and economic disparities can also contribute to communal tensions. കമ്മ്യൂണലിസം അഥവാ വർഗീയത, ഇത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് കൊണ്ടുവരുന്ന കുറേയധികം ബുദ്ധിമുട്ടുകൾ, പ്രോബ്ലംസ്, ഓക്കെ, ഇത് ഒത്തിരി പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണലിസം എന്നൊരു വാക്ക് തന്നെ നമുക്കറിയാം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അതൊരു റിലീജിയൻ ആയിരിക്കട്ടെ, എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ആവട്ടെ, നമ്മൾ സൊസൈറ്റിയിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കുന്നതാണ് ഈ കമ്മ്യൂണലിസം. അപ്പോൾ അത് റിലീജിയൻ ബേസ്ഡ് ഒക്കെയാണ് മെയിനായിട്ട് വരിക, അല്ലെങ്കിൽ എക്കണോമിക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോരോ കമ്മ്യൂണിസം. റിച്ച്, പുവർ, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി, അല്ലാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞോണം റിലീജിയൻ ബേസ് ആയിട്ട് ഒക്കെ കമ്മ്യൂണലിസം നടക്കുന്നുണ്ട്. അത് മുഖേന നല്ലതല്ല, നമുക്ക് നല്ലൊരു കാര്യമല്ല ഉണ്ടാകുന്നത്, മറിച്ച് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് അല്ലേ. അല്ലെങ്കിൽ ഇതൊരു തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ സോഷ്യൽ ഹാർമണി നിലനിർത്തുന്നില്ല, അല്ലെങ്കിൽ സോഷ്യൽ ഹാർമണി ചാലഞ്ച് ചെയ്യുന്ന ഒന്നാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോസ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇതുപോലെ കമ്മ്യൂണലിസം ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നതിൻ്റെ പ്രധാന കാരണം രാഷ്ട്രീയമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പല കാരണങ്ങളുണ്ട്, അതിലൊരു കാരണമാണ് രാഷ്ട്രീയം. കാരണം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ വർഗീയത അല്ലെങ്കിൽ കമ്മ്യൂണലിസം, അത് കുറച്ചധികം ഗ്രൂപ്പുകളെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പുകളിലാണ് രാഷ്ട്രീയം പ്രവർത്തിക്കുക. രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ചും വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ കമ്മ്യൂണലിസത്തെ അവർ കരുവാക്കി മാറ്റുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് നമുക്ക് പല രീതികളിൽ, ഹിസ്റ്റോറിക്കൽ ഗ്രീവൻസസ്, കൾച്ചറൽ ഡിഫറൻസസ്, എക്കണോമിക് ഡിസ്പാരിറ്റീസ്, ഇതൊക്കെ മറ്റ് ചില കമ്മ്യൂണൽ ടെൻഷൻസ് തന്നെയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. Consequences of communalism. The consequences of communalism are far-reaching and devastating. Communal violence can lead to loss of life, property damage, and displacement of people. It can also create an atmosphere of fear and mistrust, making it difficult for people to live together in harmony. Furthermore, communalism can undermine the fabric of Indian society, which is characterized by diversity and pluralism. കമ്മ്യൂണലിസത്തിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയായിരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി അധികം പ്രശ്നങ്ങൾ ഇത് മുഖേന ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ മരണം വരെ സംഭവിക്കാം. കാരണം കമ്മ്യൂണലിസം മുഖേന ഉണ്ടാകുന്ന വയലൻസ്, അത് ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള പല കാരണങ്ങളാകുന്നുണ്ട്. അതുപോലെ പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യാനായിട്ട്,
ആൾക്കാരെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർപ്പിക്കാനായിട്ട് പോലും ഈ ഒരു കാരണം അല്ലെങ്കിൽ ഈ കമ്മ്യൂണലിസത്തെ ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നൽകുന്നത് ഒരു നല്ല ഒരു എന്താ പറയുക, ആൾക്കാരിൽ ഫിയർ അല്ലെങ്കിൽ മിസ്ട്രസ്റ്റ്, ഇതൊക്കെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഫീലിങ്സ്. മറ്റുള്ളവർക്ക് ഹാർമണി ആയിട്ട് അല്ലെങ്കിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഓൾറെഡി നമ്മളുടെ ഇന്ത്യൻസ് നമുക്കറിയാം വളരെ മൾട്ടി ലിംഗ്വിസ്റ്റിക്കും മൾട്ടി കൾച്ചറും ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഒത്തിരി ഡൈവേഴ്സിറ്റീസും പ്ലൂരാലിസവും നമുക്ക് കാണാം. പ്ലൂരാലിസം എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ മൾട്ടി ലാംഗ്വേജസ്, മൾട്ടി കൾച്ചർ എല്ലാം മൾട്ടിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈസി ആയിട്ട് ഈ ഒരു കമ്മ്യൂണലിസം വർക്കൗട്ട് ആകുന്നുണ്ട്. അപ്പോൾ അതിന് നെഗറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. പേഴ്സണൽ പെർസെപ്ഷൻ. ഇൻ മൈ പെർസെപ്ഷൻ, communalism is a threat to the very fabric of Indian society. It is a divisive force that can tear apart the social fabric to our country. I believe that communalism is often fueled by misinformation, stereotypes, and prejudices. It is essential to promote education, awareness, and critical thinking to combat these negative tendencies. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു കമ്മ്യൂണലിസം അല്ലെങ്കിൽ വർഗീയത ധാരാളം മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനും അല്ലെങ്കിൽ വെറുതെ ഒരു ഗോസിപ്പ് അല്ലെങ്കിൽ പ്രജുഡീസൊക്കെ വെച്ച് പുലർത്താനുള്ള ആ ഒരു രീതിയാണ് കൂടുതലായിട്ടും. അതൊക്കെ ഇന്ത്യനെ തകർക്കാൻ, ഇന്ത്യയുടെ സമാധാനത്തെ തകർക്കാനുള്ള കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യം എഡ്യൂക്കേഷനെ അല്ലെങ്കിൽ അവയർനെസ്സിനെ, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ, ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ഒരു കാര്യം നമുക്കിതിനെ ചെറുക്കാനായിട്ട്. Solutions to communalism. To address the problem of communalism, we need to promote social harmony and national integration. This can be achieved through various means such as education, cultural exchange programs, and communal outreach initiatives. Additionally, politicians and leaders must take responsibility for promoting communal harmony and avoiding divisive rhetoric. ഈ കമ്മ്യൂണലിസത്തിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് എന്ത് സജസ്റ്റ് ചെയ്യാം? ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ ഹാർമണി പ്രൊമോട്ട് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ, അത് എസ്പെഷ്യലി എഡ്യൂക്കേഷൻ, കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്, കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് ഇനിഷ്യേറ്റീവ്സ്, ഇതൊക്കെ നമ്മൾ മുൻകൈ എടുത്ത് നടത്തണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ നേതാക്കൾ തന്നെ ഒരു ഉത്തരവാദിത്തം എടുക്കണം ഈ കമ്മ്യൂണൽ ഹാർമണി പ്രൊമോട്ട് ചെയ്യാനായിട്ട്. Conclusion. In conclusion, communalism is a complex issue that requires a nuanced understanding and a multifaceted approach. By promoting education, awareness, and social harmony, we can work towards creating a more inclusive and cohesive society. It is essential for us to recognize the diversity of Indian society and to celebrate our differences rather than allowing them to divide us. ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ഘടന എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒത്തിരി ഡൈവേഴ്സിറ്റീസ് ഉള്ള ധാരാളം കൾച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഹാർമണി പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു വർഗീയതയല്ല അല്ലെങ്കിൽ ഒരു കമ്മ്യൂണലിസം അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക, അതിനുള്ള പ്രൊമോട്ട് ചെയ്യേണ്ട സോഷ്യൽ അവയർനെസ് ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഓരോരുത്തരും ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഇവിടെ ഒരു ആൻസർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഞാൻ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ആസ് എ പോയിൻറ്റ്സ്. ഇഫ് യു വാണ്ട് യു ക്യാൻ സ്റ്റഡി. വാട്ട് ക്യാൻ വി ഡു?
To combat communalism, we can take several steps. First one, promoting education and awareness. Education can help people understand the importance of diversity and pluralism. Second, encourage critical thinking. Critical thinking can help people evaluate information and avoid falling prey to misinformation and stereotypes. Third, foster community outreach. Community outreach initiatives can help build bridges between different communities and promote social harmony. Fourth, support inclusive politics. Politicians and leaders must take responsibility for promoting communal harmony and avoiding divisive rhetoric. By working together, we can create a more inclusive and cohesive society where people of all communities can live together in harmony. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്തു എന്ന് മാത്രം. Third question, how do you think we as a nation can tackle this problem? Suggest concrete steps. ഒരു രാഷ്ട്രം എന്ന നിലയിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാനായിട്ട് സാധിക്കുക? അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സുകൾ എഴുതാനാണ് പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ഓൾറെഡി ഒരു ത്രോട്ട് പെയിൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അധികം ശബ്ദം ഉയർത്താൻ സാധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് അറിയില്ല വീഡിയോനെ അത് എത്രമാത്രം അഫക്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യൂ മനസ്സിലായില്ലെങ്കിൽ. അപ്പോൾ ആ പോർഷൻസ് വേണമെങ്കിൽ ആദ്യം എടുത്തു തരാം. Tackling communalism in India requires a multifaceted approach that involves government policies, community initiatives, and individual actions. Here are some concrete steps that can be taken. Government initiatives. First one, promote inclusive education. The government can promote education that emphasizes the importance of diversity, pluralism, and social harmony. Second, enact and enforce laws. Strict laws can be enacted and enforced to prevent communal violence and punish those who incite hatred. Third, community policing. Community policing initiatives can be implemented to build trust between law enforcement agencies and local communities. Social welfare programs. Social welfare programs can be implemented to address economic and social disparities that contributed to communal tensions. ഇവിടെ നമ്മളോട് പറയുന്നത് ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഗവൺമെൻറ്റിന് എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഇന്ത്യ എന്ന ഒരു ഗവൺമെൻറ്റിന് എങ്ങനെയൊക്കെയാണ് ഇതിനെ ചെറുത്ത് നിർത്താനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം കമ്മ്യൂണലിസം എന്നൊരു പ്രോബ്ലത്തിനെതിരെ എങ്ങനെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നെന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അപ്പോൾ എഡ്യൂക്കേഷൻ കുറച്ചും കൂടി ബെറ്റർമെൻ്റ് ആയിട്ടും എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പ്ലൂരാലിസം, സോഷ്യൽ ഹാർമണി, ഡൈവേഴ്സിറ്റി ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള ബോധ്യം സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ തന്നെ കുട്ടികളിൽ ഇത് വളർന്നു വരികയാണെങ്കിൽ അവർക്ക് ഇങ്ങനൊരു പ്രശ്നം കമ്മ്യൂണലിസം മുഖേന ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ നമ്മളുടെ നിയമങ്ങൾ കുറച്ചും കൂടി കഠിനമാണെങ്കിൽ ഇതുപോലെയുള്ള വയലൻസ് ഉണ്ടാവുകയില്ല എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഓക്കെ, പിന്നെ നമ്മളെല്ലാവരും തന്നെ ഓരോ കമ്മ്യൂണിറ്റിയിൽ പെടുന്നവരായിരിക്കും അല്ലേ? ചെറിയ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളിൽ പെടുന്നതായിരിക്കും. അതിപ്പോൾ റിലീജിയൻ വൈസ് ആയാലും ഇപ്പോൾ എക്കണോമിക്കലി നോക്കുകയാണെങ്കിലും നമ്മളും ഇതുപോലെ ഓരോ കമ്മ്യൂണിറ്റിയിൽ പെടുന്നവരാണ്. പക്ഷേ ഇവിടെയൊക്കെ നമുക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കാനില്ല. ഒരു ഏജൻസിയിലും അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു അവയർനെസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അതൊരു ബെറ്റർമെൻ്റ് ആയിരിക്കും. അതുപോലെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാമുകൾ നടത്താനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഓൾറെഡി അറിയാം എക്കണോമിക്കലി വലിയ ഒരു ഡിസ്പാരിറ്റി തന്നെ കാണാനായിട്ട് സാധിക്കും. സമൂഹത്തിൽ ഉയർന്ന നിലയിലുള്ളവരും താഴ്ന്ന നിലയിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്താഗതി തന്നെ മാറ്റിമറിക്കാനായിട്ട് അവയർനെസ് പ്രോഗ്രാംസ് സൃഷ്ടിക്കുക. കമ്മ്യൂണിറ്റി ഇനീഷ്യേറ്റീവ്സ്, ഇന്റർഫെയ്ത്ത് ഡയലോഗ്.
Interfaith dialogue initiatives can be organized to promote understanding and respect between different communities. Second, community outreach programs. Community outreach programs can be implemented to build bridges between different communities and promote social harmony. Third, cultural exchange programs. Cultural exchange programs can be organized to promote cultural understanding and appreciation. Fourth, youth initiatives. Youth initiatives can be implemented to promote social harmony and prevent communalism among young people. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റീനെ ബേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു 4 പോയിൻറ്റ്സ് നമുക്ക് എടുക്കാം. നമ്മൾ ഓരോരുത്തരും വരുന്നത് ഓരോരോ ഞാൻ പറഞ്ഞു ഫെയ്ത്തിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓരോ റിലീജിയൻ ബേസ് ആയിട്ടുള്ള ഓരോ കമ്മ്യൂണിറ്റിയിൽ നിന്നായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ള റിലീജിയനെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഒരു വലിയ മാറ്റം സംഭവിക്കും. അതുപോലെ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സൊസൈറ്റിയിൽ തന്നെ മറ്റുള്ള കമ്മ്യൂണിറ്റികളിലോട്ടും ഇത് നമ്മൾ നിൽക്കുന്ന ആ കമ്മ്യൂണിറ്റിയിൽ മാത്രം നിൽക്കാതെ മറ്റുള്ള കമ്മ്യൂണിറ്റിയിലോട്ടും കൂടി ഒന്ന് എത്തി നോക്കാനും അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്യാനും, അപ്പോൾ ആ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ ബ്രിഡ്ജ് നമുക്ക് ബ്രേക്ക് ചെയ്ത് മറ്റുള്ള കമ്മ്യൂണിറ്റിയുമായിട്ട് ഒന്നും കൂടി ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നടത്താനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഒരു സോഷ്യൽ ഹാർമണി അവിടെ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്, നമ്മളൊക്കെ ഓരോ കൾച്ചറിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിൽക്കുന്ന ഈ കൾച്ചറിൽ നിന്നും മറ്റ് കൾച്ചേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാനും അപ്രിഷ്യേറ്റ് ചെയ്യാനും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും ചെയ്യുകയാണെങ്കിൽ അതൊരു സോഷ്യൽ ഹാർമണിയുടെ ഭാഗമായിരിക്കും. ഇവിടെ കമ്മ്യൂണലിസം ഒഴിഞ്ഞു പോകും. അതുപോലെ യൂത്ത് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് അല്ലേ. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്തിനെ പരമാവധി സോഷ്യൽ ഹാർമണി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് ഒരു അവയർനെസ് നൽകുകയാണെങ്കിൽ, നമ്മൾ മീൻസ് അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ യൂത്ത് ഒരു സോഷ്യൽ ഹാർമണി അല്ലെങ്കിൽ വയലൻസിന് എതിരെയൊക്കെ പ്രവർത്തിക്കാനുള്ള പ്രവണത കൂടും. ഇനി ഇൻഡിവിജ്വൽ ആക്ഷൻസ് ആണ്. First one, promote critical thinking. Individuals can promote critical thinking and media literacy to prevent the spread of misinformation. അപ്പോൾ ഓരോ വ്യക്തിയും ഇൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വയലൻസ് അല്ലെങ്കിൽ കമ്മ്യൂണലിസം ഒഴിവാവാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് മെയിനായിട്ട് മിസ്ഇൻഫോർമേഷൻ, നമുക്ക് തെറ്റായിട്ടുള്ള കുറേ ഇൻഫോർമേഷൻ പാസ് ചെയ്യാതിരിക്കുക. Secondly, engage in community service. Individuals can engage in community service initiatives that promote social harmony. നമ്മൾ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് സാധിക്കും സോഷ്യൽ ഹാർമണി പ്രൊമോട്ട് ചെയ്യാനായിട്ട്. ബിൽഡ് റിലേഷൻഷിപ്സ്. Individuals can build relationships with people from different communities to promote understanding and respect. ഒരു ഗ്രൂപ്പായിട്ട് അല്ല, നമുക്ക് ഇൻഡിവിജ്വലായിട്ട് തന്നെ മറ്റുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് അല്ലെങ്കിൽ വേറെ ഇപ്പോൾ റിലീജിയൻ ആവട്ടെ കൾച്ചർ ആവട്ടെ, അപ്പോൾ അവരുമായിട്ട് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പോലും ഒരു റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് റെസ്പെക്റ്റ് കൊടുത്താൽ തന്നെ ഈ ഒരു കമ്മ്യൂണലിസം ഒഴിവാകും. Fourth one, speak out against communalism. Individuals can speak out against communalism and promote social harmony in their daily lives. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. വെറുതെ ഗോസിപ്പ് നടത്താതിരിക്കുക, അത്ര തന്നെ. മറ്റുള്ള കമ്മ്യൂണിറ്റിക്ക് എതിരെ സംസാരിക്കാതിരിക്കുക, കമ്മ്യൂണലിസം പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ. മീഡിയ ആൻഡ് ടെക്നോളജി. റെസ്പോൺസിബിൾ മീഡിയ റിപ്പോർട്ടിംഗ്. Media outlets can promote responsible reporting that avoids sensationalism and promotes social harmony. അപ്പോൾ നിലനിൽക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, എല്ലാ കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ മീഡിയയാണ് അല്ലേ. അപ്പോൾ ഈ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വയലൻസ് ഒഴിവാക്കാം, കമ്മ്യൂണലിസം ഒഴിവാക്കാം, സോഷ്യൽ ഹാർമണി പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. സോഷ്യൽ മീഡിയ ഇനിഷ്യേറ്റീവ്സ്.
Social media initiatives can be implemented to promote social harmony and to prevent the spread of misinformation. അപ്പോൾ സോഷ്യൽ മീഡിയ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഇവിടെ മിസ്ഇൻഫോർമേഷൻ സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യാതെ സമൂഹത്തിൽ സോഷ്യൽ ഹാർമണി പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈ മീഡിയകൾ യൂസ് ചെയ്യുക. തേർഡ് വൺ, digital literacy. Digital literacy programs can be implemented to promote critical thinking and media literacy. ഡിജിറ്റൽ ലിറ്ററസിയെ കുറിച്ച് നമുക്ക് വളരെയധികം അവെയറാണ്. അപ്പോൾ അതൊന്ന് പ്രൊമോട്ട് ചെയ്താൽ തന്നെ സോഷ്യൽ ഹാർമണി ഉണ്ടാകും. എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ്. Education for social harmony. Education can be used to promote social harmony and prevent communalism. ഇനി എഡ്യൂക്കേഷൻ മേഖലയിൽ എടുക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ മുഖേന സോഷ്യൽ ഹാർമണി പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. Awareness campaigns can be organized to promote understanding and respect between different communities. അപ്പോൾ അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തുകയാണെങ്കിൽ അത് മറ്റുള്ള കമ്മ്യൂണിറ്റികളെ മനസ്സിലാക്കാനും അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കാനുള്ള ഒരു അവയർനെസ് നമ്മളിൽ ഉണ്ടാവുകയും അവിടെ സോഷ്യൽ ഹാർമണി നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും. കൾച്ചറൽ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് can be provided to promote understanding and respect between different communities. കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിലനിൽക്കുന്ന ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഏത് കൾച്ചറിലാണോ നിൽക്കുന്നത് ആ കൾച്ചറിൽ നിന്ന് മറ്റുള്ള കൾച്ചേഴ്സിനെ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യുക, അവരെ ഒന്ന് അംഗീകരിക്കുക, അതുപോലെ തന്നെ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക. അത് മുഖേന നമുക്ക് എന്തായിരിക്കും കുറച്ചും കൂടി സോഷ്യൽ അവയർനെസ് നമുക്ക് അവിടെ ഉണ്ടാവുകയും സമൂഹത്തിലൊരു ഹാർമണി നിലനിർത്താനുള്ള മറ്റൊരു ഉപായമാണത്. By taking these concrete steps, we can work towards creating a more inclusive and groups that topple and inclusive and harmonious society in India. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്സുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഐക്യമാർന്ന അതുപോലെ എല്ലാവരും മനസ്സിലാക്കി കഴിയാൻ സാധിക്കുന്ന ഒരു സമൂഹം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഹാർമോണിയസ് ആയിട്ടുള്ള ഹാർമണി നിലനിർത്തുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ബ്ലോക്ക് 3 യൂണിറ്റ് 1 നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഐ ഹോപ്പ് അറിയില്ല നിങ്ങൾക്ക് മനസ്സിലായോ ക്ലാസ്? എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ തോന്നിയോ? ഞാൻ പറഞ്ഞു ഓൾറെഡി ചെറിയതായിട്ടൊന്ന് വയ്യാതിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കും ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ടീച്ചിങ്സ് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായി എന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ. ഓക്കെ, സോ വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. താങ്ക് യു.